ഏതായാലും ഈ ടി.ജി. മോഹൻദാസിനെ പിന്തുണയ്ക്കാത്തതിൽ സൈബർ ഇടങ്ങളിൽ ബി.ജെ.പി. നേതാക്കൾക്ക് നേരെ രൂക്ഷ വിമർശനം കൂടി ഉയരുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്താവനകളെ തള്ളിപ്പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വിമർശനം ഉയരുന്നത്. ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ച ശേഷമാണ് നേതാക്കളിൽ പലരും പിന്തുണ നൽകിയത്. ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയെ ആർ.എസ്.എസും ബി.ജെ.പിയും തള്ളിപ്പറയുകയും ചെയ്തിരുന്നതാണ്. വി.എസ്. രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, പല നേതാക്കളെയും വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നമ്മൾ കാണുകയായിരുന്നു. മോഹൻദാസിന്റെ ഈ വിദ്വേഷ പരാമർശത്തെ പിന്തുണച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈബർ ആക്രമണം. വിനീത, തീർച്ചയായിട്ടും ടി.ജി. മോഹൻദാസിനെ സംബന്ധിച്ച് സൈബർ ഇടങ്ങളിൽ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരുടെ താത്വിക ആചാരനായി കണക്കാക്കപ്പെടുന്ന ആളാണ് ടി.ജി. മോഹൻദാസ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പിന്തുണ ബി.ജെ.പിയിൽ നിന്നോ ആർ.എസ്.എസിൽ നിന്നോ കിട്ടിയിട്ടില്ല. ടി.ജി. മോഹൻദാസ് പറഞ്ഞ പ്രസ്താവനയെ ആർ.എസ്.എസ് തുടക്കത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. ബി.ജെ.പി. ആണെങ്കിൽ ടി.ജി. മോഹൻദാസിനെ അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടില്ല. പക്ഷേ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഒരു ദിവസം അവിടെ സ്റ്റേഷനിൽ താമസിപ്പിക്കുകയും പിറ്റേന്ന് ജാമ്യം കിട്ടിയ ശേഷമാണ് ബി.ജെ.പി. നേതാക്കന്മാർ ടി.ജി. മോഹൻദാസിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. ആ സമയത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിൽ വരുന്ന കമന്റുകൾ, അത് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന്, പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന കമന്റുകളെല്ലാം തന്നെ ഈ നേതാക്കന്മാർക്കെതിരെയാണ്. പ്രത്യേകിച്ച് ടി.പി. സെൻകുമാറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പോലും ഈ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. ടി.ജി. മോഹൻദാസ് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ബോധ്യപ്പെടാതെ, അത് മനസ്സിലാക്കാതെയാണ് ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയെ ബി.ജെ.പി. തള്ളിപ്പറയുന്നത് എന്നുള്ളതാണ് സെൻകുമാർ പറയുന്നത്. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയെ അനുകൂലിക്കാൻ സാധ്യമല്ല. കാരണം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് ടി.ജി. മോഹൻദാസ് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞത്. അതിനുപയോഗിച്ച ഭാഷയും ആർ.എസ്.എസ് തള്ളിപ്പറഞ്ഞ ഭാഷയാണ്. ആ ഭാഷയിൽ അത് വിമർശിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ്. അതിനൊരു കാരണവശാലും കേരളത്തിലെ ബി.ജെ.പി. ഘടകത്തിന് അനുകൂലിക്കാൻ സാധ്യമല്ല. പക്ഷേ കേരളത്തിലെ ബി.ജെ.പി. ഘടകം കേരള സർക്കാർ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതി വിമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് പോരാ, ടി.ജി. മോഹൻദാസിന് സർവാത്മന പിന്തുണ കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് സൈബർ ഇടങ്ങളിൽ ഉയരുന്ന വിമർശനം. ശരി, നമുക്ക് ചില സൈബർ പോസ്റ്റുകൾ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഒരു വിഭാഗം നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല പോസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബി.ജെ.പി. നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല പോസ്റ്റുകളുമാണ് കാണുന്നത്. വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.